ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൺ. ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ളൊരു മീൻ കറി. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ 1 കപ്പ് കോവയ്ക്ക നീളത്തിലരിഞ്ഞത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, 4 അല്ലി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 2 പച്ചമുളക്, 2 ചുള കുടംപുളി, അല്പം ഉലുവ, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അല്പം വെളിച്ചെണ്ണ, 1 നുള്ള് ഉലുവപ്പൊടി. ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ഒരു കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാക്കുമ്പോൾ നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് ഉലുവയും നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, കറിവേപ്പിലയും വെളുത്തുള്ളി, ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ പിളർന്നത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് ഇതെല്ലാം നല്ലോണം വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഉള്ളിയെല്ലാം നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നമുക്ക് നല്ലോണം ഇളക്കി മുരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉലുവപ്പൊടി. ഇതിലേക്ക് നമുക്ക് ഇനി മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പുളിക്ക് എടുത്തിരിക്കുന്ന 2 ചുള കുടംപുളി അതിട്ട് കൊടുക്കാം. ഇനി വെള്ളമെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് വരണം. നമുക്കിതെല്ലാം നല്ലോണം യോജിപ്പിച്ച് തിളപ്പിക്കാം. വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കോവയ്ക്ക ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കോവയ്ക്കയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാകും. വെള്ളമെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വരുന്നു. അങ്ങനെ മീനില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻ കറി, വെജിറ്റേറിയൻസിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ കറിയാണിത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, മീൻ കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്, ഉലുവപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. പച്ച വെളിച്ചെണ്ണ ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമുള്ള റെസിപ്പിയാണിത്. എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന, വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും പറ്റുന്നതാണിത്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.